അങ്ങനെ ഗൾഫിൽ വീണ്ടും ആശങ്ക പടരുകയാണ്. സൗദി അറേബ്യക്കെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഹൂതികൾ. തങ്ങൾക്ക് മേലെയുള്ള ഉപരോധം ഉടൻ നീക്കണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇനി ആക്രമണം ഉണ്ടായാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും സൗദി സേനയെ വിന്യസിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും ആക്രമണം നടത്താൻ തങ്ങൾക്ക് ശേഷിയുണ്ടെന്നും ഹൂതികൾ ഭീഷണി മുഴക്കി. ഒരു മാസത്തിനിടെ സൗദി സംയുക്ത സേന യുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച 10 കപ്പലുകൾ മുക്കിയതായും 8 ടാങ്കറുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂതി വക്താക്കൾ അവകാശപ്പെട്ടു. മേഖലയിൽ സൈനിക നീക്കം ശക്തമാകുന്നതിന്റെ ഭാഗമായി സൗദിയിലെ എണ്ണ വിതരണ കേന്ദ്രങ്ങൾക്ക് നേരെ 9 ആക്രമണങ്ങൾ നടത്തിയെന്നും 14 എണ്ണ ടാങ്കറുകൾ തടഞ്ഞുവെച്ചെന്നും ഹൂതികൾ കൂട്ടിച്ചേർത്തു. ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഹൂതികളുടെ പുതിയ പ്രഖ്യാപനം നൽകുന്ന മുന്നറിയിപ്പ്. അതേസമയം അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന ഗൾഫ് രാജ്യങ്ങളെ യുദ്ധത്തിലെ പങ്കാളികളായി കണക്കാക്കുമെന്ന് ഇറാൻ കരസേനാ മേധാവിയുടെ കർശന മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ രാജ്യങ്ങളുടെ അറിവില്ലാതെ ഇത്രയും അധികം അമേരിക്കൻ ടാങ്കർ വിമാനങ്ങൾ എങ്ങനെ തമ്പടിക്കുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സാന്നിധ്യത്തിലും അമേരിക്കയുമായുള്ള സഹകരണത്തിലും ഇറാൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതായാണ് ഈ പ്രസ്താവന. അമേരിക്കയുമായുള്ള യുദ്ധം ശക്തമാകുമ്പോൾ ഗൾഫിലേക്ക് കൂടുതൽ ആക്രമണം ഉണ്ടാകുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ UAE നിലപാട് കടുപ്പിച്ചതോടുകൂടി UAE ആക്രമിച്ച് തങ്ങളല്ലെന്ന വിശദീകരണവുമായി ഇറാൻ നേരത്തെ വന്നിരുന്നു. മിസൈലിന്റെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായതിന് പിന്നാലെ ഇറാനുമായുള്ള വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളെല്ലാം UAE നിർത്തിവച്ചിരിക്കുകയാണ്. ചർച്ചകൾ തീരുമാനമല്ലാത്ത സ്ഥിതിക്ക് ഇറാൻ മേൽ സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും ചർച്ചകൾ നിർത്തിവെക്കാനുമാണ് ഈ ട്രംപിന്റെ നിർദ്ദേശമെന്നാണ് റിപ്പോർട്ട്. ജൂലൈ 12-ന് ശേഷമുള്ള ആദ്യ ആക്രമണ ശ്രമമാണ് ഇന്നലെ UAE-യിലേക്ക് ഉണ്ടായത്. നാവിക ഗതാഗത സംവിധാനങ്ങളെ ലക്ഷ്യം വെച്ചെത്തിയ 2 മിസൈലുകൾ തകർത്തു. ഇറാനുമായി എല്ലാ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക വിനിമയങ്ങളും നിർത്തിവെച്ചതായി UAE അറിയിച്ചു. ആക്രമണം തങ്ങൾ നടത്തിയതല്ലെന്ന് ഇറാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ഇസ്രായേൽ നടത്തിയ തെറ്റിദ്ധരിപ്പിക്കൽ ആക്രമണം ആകാമെന്ന വാദം ഹോർമൂസിൽ തീരുമാനം നീളുന്നതാണ് ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഇന്നലെ UAE-ക്ക് നേരെ ആക്രമണ ശ്രമം ഉണ്ടായതോടുകൂടി എണ്ണവില കുത്തനെ കൂടി. ജൂലൈക്ക് ശേഷമാണ് ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത്. ഹോർമൂസ് തകർക്കുന്നതിൽ ഇറാന്റെ ഉപരോധങ്ങൾ അമേരിക്ക അംഗീകരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇറാൻ. ഹോർമൂസിൽ ഇറാനും ഒമാനും ചേർന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. പ്രഖ്യാപിക്കാതെ ആഴ്ചകളായി നീട്ടുകയാണ്. ഇറാനുമേൽ ഒരേ സമയത്ത് സാമ്പത്തിക സമ്മർദ്ദം കൂട്ടാനും സൈനിക നടപടി സാധ്യതകൾ നിലനിർത്താനുമാണ് ശ്രമമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സാമ്പത്തിക ഉപരോധത്തിൽ വലഞ്ഞ് ഗത്യന്തരമില്ലാതെ ഇറാൻ സ്വമേധയാ ചർച്ചകളിലെത്താനായി പുതിയ നിർദ്ദേശം വരുന്നതുവരെ ചർച്ചകൾക്ക് മുൻകൈ എടുക്കേണ്ടതുണ്ടെന്ന് ട്രംപ് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം മേഖലയിൽ ഇനി അമേരിക്കയല്ലാതെ പുതിയ ആക്രമണമാണ് വരാൻ പോകുന്നത് എന്ന് അതിൽ പ്രധാനമായ റോള് ഇറാൻ ആയിരിക്കുമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇറാൻ രംഗത്തെത്തി. ഒരു മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം UAE-ക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAE ലക്ഷ്യമാക്കി എത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ആദ്യത്തെ മിസൈൽ രാജ്യത്തിന്റെ സമുദ്ര അതിർത്തിക്ക് പുറത്തും രണ്ടാമത്തേത് UAE-യുടെ സമുദ്ര അതിർത്തിക്കുള്ളിലും പതിച്ചു. ഏത് നിമിഷത്തിലും അല്ലെങ്കിൽ ഏത് ഭീഷണിയെയും നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മിസൈൽ മുന്നറിയിപ്പ് വന്ന ഏതാനും മിനിറ്റുകൾക്ക് രാജ്യത്ത് GPS സിഗ്നലുകൾക്ക് തടസ്സം നേരിട്ടതായി യാത്രക്കാർ പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം ഫോണുകളിൽ മിസൈൽ മുന്നറിയിപ്പ് വന്നപ്പോൾ ജനം പരിഭ്രാന്തിയിലായി. ഏതാനും മിനിറ്റുകൾക്കകം സുരക്ഷിതമാണെന്ന അറിയിപ്പ് വന്നതോടുകൂടിയാണ് ആശ്വാസമായത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തിന് തടസ്സം നിന്നാൽ ഒമാനെ ബോംബിട്ട് തകർക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് അറിയിച്ചു. US-ഇറാൻ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഈ ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഹോർമൂസിലെ നിയന്ത്രണത്തിനായി ഇറാനും ഒമാനും തമ്മിൽ നടത്തുന്ന സമാന്തര ചർച്ചകളെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് കരാറിലെത്താൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും ചർച്ച നടത്തുകയാണ്. ഇറാൻ കീഴടങ്ങാൻ തയ്യാറാകണമെന്നും അവർ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. തനിക്ക് സമയക്രമമോ ധൃതിയോ ഇല്ലെന്നും ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ ചിന്തകളെ ബാധിക്കാറില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് US-ന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കി.